നിങ്ങൾ ഈ ചെടികളും പച്ചപ്പും പൂക്കളൊക്കെ ഇഷ്ടമുള്ളവരാണോ? അങ്ങനെയാണെങ്കിൽ യു എയിലുള്ളവർ ഈ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്തോളൂ കേട്ടോ. അൽ വാർസനിലുള്ള ഒരുപാട് നഴ്സറീസ് ഉള്ളൊരു ഏരിയ ആണിത്. ചില റീൽസൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളിവിടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എത്തിയത് കറക്റ്റ് സ്ഥലത്ത് തന്നെയാണോ എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ എന്താണെങ്കിലും കണ്ണിന് കുളിർമയേകുന്ന നല്ല പച്ചപ്പും കളർഫുൾ ആയിട്ടുള്ള പൂക്കളും കുറേ വെറൈറ്റി ചെടികളൊക്കെ ആണല്ലോ. നടന്നങ്ങ് കാണാൻ തീരുമാനിച്ചു. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ കൂടി നടക്കാൻ നല്ല വൈബായിരുന്നു കേട്ടോ. ഇതാ നമ്മുടെ ചെമ്പരത്തിയൊക്കെ നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് പേര് ചെടികൾ വാങ്ങാനായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. മഴ കാരണം കുറച്ച് തിരക്ക് കുറവാണെന്നാണ് പൊതുവെ അവിടെ പറഞ്ഞത്. ഇത് ഒരു നഴ്സറിയിലെ മാത്രം കാഴ്ചകളല്ല കേട്ടോ. അവിടെ ഇങ്ങനെ നിരനിരയായിട്ട് നഴ്സറികളുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള ചെടികൾ കാണുമ്പോൾ ഞങ്ങൾ അവിടെ കാണാൻ വേണ്ടി കയറും. വെറൈറ്റി ചെടികൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന സാധാരണയായിട്ടുള്ള നാരകം പോലെയുള്ള എല്ലാ വെറൈറ്റീസും അവിടെ അവൈലബിൾ ആയിരുന്നു. നല്ലൊരു കിഡിലൻ ഗാർഡൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു സ്ഥലവും ഈ ഒരു കാഴ്ചകളൊക്കെ ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കാം. പക്ഷേ എങ്കിൽ കൂടി ഈ ഒരു സ്ഥലം ശരിക്കും എന്നെ എൻ്റെ നാട് ഓർമ്മിപ്പിച്ചു കേട്ടോ. കാരണം തൃശ്ശൂർ മണ്ണുത്തി അടുത്താണ് എൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നഴ്സറികളുടെ ഒരു വൻ ശേഖരമുള്ളൊരു സ്ഥലമാണ് മണ്ണുത്തി എന്ന് പറയുന്നത്. ഇവിടെ വന്നപ്പോൾ ശരിക്കും എനിക്ക് ആ ഒരു വൈബാണ് കിട്ടിയത്. ബൊഗെയിൻ വില്ലകളുടെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു, നല്ല കിടിലൻ കളറുകളിലുള്ളത്. പിന്നെ ഇവിടെ എന്നെ ഏറ്റവും അട്രാക്റ്റ് ചെയ്തൊരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ ഒരു ഏരിയ മൊത്തം ഈ ടൈപ്പിലുള്ള മരങ്ങളായിരുന്നു. നല്ലൊരു ചാറ്റൽ മഴയും അതുപോലെ തണുത്ത കാറ്റും ഈ ഒരു ഏരിയ കൂടിയായപ്പോൾ ശരിക്കും ഒരു ഹെവൻലി ഫീലായിരുന്നു കേട്ടോ. പതിയെ പതിയെ ഓരോ നഴ്സറീസും കണ്ട് എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ ലാസ്റ്റ് ഒരു സ്ഥലത്തെത്തി. അവിടെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരുന്നു. ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഫാമിലീസൊക്കെ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു. നല്ല കിഡിലനായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ വേറൊരു റീല് കണ്ടപ്പോൾ അതിലിങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ളതായിട്ട് കണ്ടു, കാക്ടസിലൊക്കെ. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ അങ്ങനെ ലൈറ്റ്സ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ചെടികളും പൂക്കളും പച്ചപ്പൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തോളൂ. കാണാൻ അടിപൊളിയാണ്. കുറച്ച് സമയമൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.